വളരെ സുപ്രധാനമായ ഒരു സമയത്തിലൂടെ കടന്നുപോകുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിക്കാനും ആധ്യാത്മിക വിചിന്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാനും തങ്ങൾക്കായി സഭയുടെ മുഴുവൻ പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് കർദിനാൾ സംഘം. ഫ്രാൻസിസ് പാപ്പായുടെ വിയോഗത്തോടെ പത്രോസിൻ്റെ പുതിയ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് മെയ് 7 ബുധനാഴ്ച ആരംഭിക്കാനിരിക്കെയാണ് കർദിനാൾ സംഘം ദൈവജനത്തോട് പ്രാർത്ഥന അഭ്യർത്ഥിച്ചത്. ദൈവകൃപയുടെയും ആധ്യാത്മിക വിചിന്തനത്തിൻ്റെയും അവസരമായി കോൺക്ലേവിൻ്റെ സമയം ജീവിക്കാനും ദൈവഹിതം ശ്രവിക്കാനും മനസ്സിലാക്കാനും വേണ്ടി തങ്ങൾക്കായി പ്രാർത്ഥിക്കണമെന്നും കർദിനാൾ സംഘം വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് മെയ് 7 ബുധനാഴ്ച ആരംഭിക്കാനിരിക്കെയാണ് കർദിനാൾമാരുടെ ഇത്തരമൊരു അഭ്യർത്ഥന പരിശുദ്ധ സിംഹാസനം പുറത്തുവിട്ടത്. തങ്ങളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വലിയ ഉത്തരവാദിത്തം തങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ തങ്ങളെ സ്ഥൈര്യപ്പെടുത്താനായി ദൈവജനത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥനകൾ ആവശ്യമുണ്ടെന്നും കർദിനാൾ സംഘം എഴുതി. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ വ്യത്യസ്ത അവയവങ്ങളുടെ ഒത്തൊരുമയെ ശക്തിപ്പെടുത്തുന്നത് സഭയിലെ വിശ്വാസികളുടെ പ്രാർത്ഥനയാണ്. ഈ കാലയളവിൻ്റെ പ്രാധാന്യത്തിൻ്റെയും ആവശ്യങ്ങളുടെയും മുന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിധേയരായി സ്വർഗസ്ഥനായ പിതാവിൻ്റെ അനന്തമായ ജ്ഞാനത്തിൻ്റെയും പരിപാലനയുടെയും എളിമയുള്ള ഉപകരണങ്ങളായി മാറേണ്ടത് ആവശ്യമാണെന്ന് തങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന് കർദിനാൾ സംഘം സന്ദേശത്തിൽ വ്യക്തമാക്കി. മെയ് 7 ബുധനാഴ്ച പുതിയ പാപ്പായെ തിരഞ്ഞെടുക്കാനായുള്ള കോൺക്ലേവ് ആരംഭിക്കുന്നതിന് മുൻപായി കർദിനാൾ സംഘത്തിൻ്റെ പൊതുസമ്മേളനങ്ങൾ വത്തിക്കാനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.